പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെസഹ പെരുന്നാൾ അടുത്തപ്പോൾ യേശു പത്രോസിനെയും യോഹന്നാനെയും പെസഹ ഒരുക്കേണ്ടതിന് മുൻകൂട്ടി പറഞ്ഞയച്ചു. ഞാൻ കഷ്ടം അനുഭവിക്കുന്നതിന് മുൻപേ ഈ പെസഹ നിങ്ങളോടുകൂടി കഴിക്കാൻ വളരെ ആഗ്രഹിച്ചു. ഞാൻ പറയുന്നു, അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളം ഞാനിനി ഇത് ഭക്ഷിക്കുകയില്ല. ഞങ്ങളുടെ കർത്താവാം ദൈവമേ, തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. മുന്തിരിയിൽ നീ ഫലം കായ്ക്കുമാറാക്കുന്നവനല്ലോ. ഇത് നിങ്ങൾ വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ. ദൈവരാജ്യം വരുന്നതുവരെ ഞാൻ ഇനി മുന്തിരിയുടെ ഫലം അനുഭവിക്കുകയില്ല എന്ന് നിങ്ങളോട് പറയുന്നു. ഞങ്ങളുടെ കർത്താവാം ദൈവമേ, തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഭൂമിയിൽ നിന്നും നീ ആഹാരം ഉളവാക്കുന്നവനല്ലോ. ഇത് ഞാൻ നിങ്ങൾക്കായി നൽകുന്ന എന്റെ ശരീരം. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന്റെ കൈ എന്റെ അടുത്ത് തന്നെയുണ്ട്. ദൈവനിർണയപ്രകാരം മനുഷ്യപുത്രൻ മരിക്കേണ്ടതാകുന്നുവെങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്നവന് അയ്യോ കഷ്ടം. അതൊരിക്കലുമില്ല, അസാധ്യം. നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ, ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവൻ തന്നെ, സംശയമില്ല. ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെയാകുന്നു. നിങ്ങളാണ് എന്റെ പരീക്ഷകളിൽ എന്നോട് കൂടെ നിലനിന്നവർ. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും അതേ അവകാശം തരുന്നു. നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയെങ്കിൽ നിന്ന് തിന്നുകുടിക്കും. സിംഹാസനങ്ങളിലിരുന്ന് 12 ഇസ്രായേൽ ഗോത്രങ്ങളെ ന്യായം വിധിക്കുകയും ചെയ്യും. ഒറ്റുകൊടുക്കുന്നത് ആരാണ്? ശീമോനെ, ശീമോനെ, നോക്കൂ, കൃഷിക്കാരൻ ഗോതമ്പ് പാറ്റുന്നത് പോലെ സാത്താൻ നിങ്ങളെ പാറ്റിക്കളയേണ്ടതിന് എന്നോട് കൽപ്പന ചോദിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. അതിനാൽ നീ എന്നിലേക്ക് തിരിച്ചു വരുമ്പോൾ നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കണം. കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകാനും മരിപ്പാനും ഒരുക്കമാണ്. പത്രോസേ, ഞാൻ പറയുന്നു, എന്നെ അറിയുന്നില്ല എന്ന് നീ 3 വട്ടം തള്ളി പറയുന്നതിന് മുൻപേ ഇന്ന് കോഴി കൂകുകയില്ല. മടിശീലയും പൊക്കണവും ചെരുപ്പുമില്ലാതെ ഞാൻ നിങ്ങളെ അയച്ചപ്പോൾ കുറവുണ്ടായോ? ഇല്ല, ഒന്നിനും കുറവുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പൊക്കണമോ മടിശീലയോ ഉള്ളവൻ അതെടുക്കട്ടെ. സ്വന്തമായി വാളില്ലാത്തവൻ തന്റെ ഉടുപ്പ് വിറ്റ് വാൾ വാങ്ങട്ടെ. അവനെ അധർമ്മികളോടൊപ്പം എണ്ണിയെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് നിവൃത്തിയാകാൻ പോകുന്നു. നോക്കൂ, ഇവിടെ 2 വാളുണ്ട് കർത്താവേ.
അത് മതി. യേശുവിനെ എങ്ങനെ ഒഴിവാക്കാമെന്ന് ആലോചിക്കുന്നതിന് മൂപ്പന്മാർ സംഘം ചേർന്നു. അപ്പോൾ 12 ശിഷ്യന്മാരിൽ ഒരുവനായ സ്കറിയോത്ത് യൂദായിൽ സാത്താൻ കടന്നു.